രാവിലെ തന്നെ ഒരു ബോട്ടിലും സ്പൂണും എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അത് വേറൊന്നുമല്ല കേട്ടോ, പീനട്ട് ബട്ടറാണ്. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വസുവിന്. അപ്പോൾ കൈകൊണ്ട് സ്പൂൺ കൊണ്ട് ഒക്കെ തിന്നുന്നുണ്ട്. പിന്നെ ഞാൻ വസുവിന് ചായ കൊടുക്കുന്നതാണ്. ഞങ്ങളിങ്ങനെ കോനാലിരുന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടുള്ള തീറ്റയൊന്നും ഉണ്ടാവില്ല. ഒന്നുകിൽ കോനാലകത്ത് അല്ലെങ്കിൽ കോനാൽ കസേരൻ്റെ മുകളിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങ് തിന്നും. മക്കൂലാവുമ്പോൾ എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കാറ്. അങ്ങനെ ഞാനിങ്ങനെ റോഡിലൂടെ പോകുന്നവരോടൊക്കെ ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ ഞാനാണ് കേട്ടോ ദോശയൊക്കെ ചുടുന്നത്. അതാണ് ദോശ ഇങ്ങനെ ഇരിക്കുന്നത്. അമ്മയ്ക്കിന്ന് അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോകണം. അതുകൊണ്ട് ഞാനും കൂടെ സഹായത്തിന് നിന്നിട്ടുണ്ട്. വലിയ കാര്യമായിട്ടുള്ള സഹായമൊന്നുമില്ല. അമ്മ പൊലിച്ചെണീച്ചിട്ട് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അലറ ചില്ലറ പണികളൊക്കെ എടുത്തു കൊടുക്കുന്നതാണ്. അങ്ങനെ ഞാൻ എനിക്കും ദോശ ഇട്ടു, അമ്മക്കുഞ്ഞും ദോശ ഇട്ടു. നമ്മളുടെ അരിദോശ ഉണ്ടല്ലോ, ഇതെനിക്കിഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം അമ്മ ഇത് തന്നെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ദോശയും ചിക്കൻ കറിയും ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് അപ്പോൾ ഞാനൊരു ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പൊടി കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ്. പക്ഷേ പഞ്ചസാര കലക്കിയിട്ടില്ല, നന്നായി കലങ്ങാത്തത്. ആ കലങ്ങാത്ത പഞ്ചസാര മുഴുവൻ എൻ്റെ വസ്കൂട്ടൻ കുടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അമ്മ നമ്മളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് മാക്കൂലേക്ക് അല്ല മയ്യന്നൂരേക്ക് പോവുകയാണ്. മാക്കൂലേ വായിലുള്ളൂ അല്ലേ. അങ്ങനെ ഇനി ഞാനും എൻ്റെ മക്കളും ഒറ്റയ്ക്ക്. അപ്പം